പുള്ളിയുടെ സിനിമ കണ്ടിട്ടല്ല ഇഷ്ടം തോന്നിയത്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ ഇൻ്റർവ്യൂ അതൊക്കെ കണ്ടിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഏഷ്യാനെറ്റ് പറഞ്ഞ ഇൻ്റർവ്യൂ എല്ലാം കണ്ടിട്ടാണ് ആ ഇഷ്ടം തോന്നിയത്. ആ ഇഷ്ടം ഇപ്പോഴും ഫസ്റ്റ് ശ്രീകുമാർ തിയേറ്ററിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തത്. ആ സമയത്ത് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ആ ഫ്രെയിം പുള്ളി കേക്ക് കട്ട് ചെയ്യണത് അങ്ങനെ ഒരു ഫ്രെയിം എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഫോട്ടോസ് ഉണ്ട്. ആ ഒരു ഫോട്ടോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയില്ല അങ്ങനെ ഒരു ഫോട്ടോ ചെയ്യുമെന്ന്. പക്ഷേ അന്ന് പേരൊന്നും മെൻഷൻ ചെയ്യാൻ പറ്റില്ല, ഏത് ശ്യാമാണ് എന്താണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. എറണാകുളത്ത് വെച്ചിട്ടൊരു ലൊക്കേഷനിൽ പോയപ്പം മീറ്റ് ചെയ്ത് ഞാൻ ശ്യാമാണ്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോസ് എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെയാണ് പിന്നെ ആ ഒരു പരിചയം ആയത്. അത് എറണാകുളത്ത് വെച്ചിട്ടാണ്. പേര് പുള്ളിക്ക് അറിയായിരുന്നു, പക്ഷെ ആരാണ് ഏവനാണ് എന്നൊന്നും അറിയത്തില്ല. അൺഒഫീഷ്യൽ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഓഫ് പൃഥ്വിരാജ് എന്താണ് അങ്ങനെ പറയാൻ? പുള്ളി എൻ്റെ ഒരു 2020 ബർത്ത്ഡേക്ക് പുള്ളി ട്വിറ്ററിൽ വിഷ് ചെയ്തതാണ്. അപ്പോൾ അത് പുള്ളി പറയാത്ത വീഡിയോസ് ഫോട്ടോസും നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. പുള്ളി പ്രതീക്ഷിക്കരുത് ഇവൻ ഇവിടെ എത്തിയോ എന്ന് പുള്ളി വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസും പുള്ളിക്ക് ഒരുപാട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഒരു ഇതിൽ